എറണാകുളം കോതമംഗലത്ത് സാറാമ്മ ഏലിയാസ് വീടിനുള്ളിൽ കൊല്ലപ്പെട്ടിട്ട് 1 വർഷം തികഞ്ഞിട്ടും പ്രതികളെക്കുറിച്ച് ഒരു തുമ്പും കിട്ടാതെ ക്രൈംബ്രാഞ്ച്. നീതി കിട്ടുമെന്ന പ്രതീക്ഷ നഷ്ടമായെന്നും കുടുംബം. കേസ് CBIക്ക് കൈമാറണമെന്നും ആവശ്യം. പട്ടാപ്പകൽ വീടിനുള്ളിൽ വെച്ചാണ് 72 വയസ്സുകാരി സാറാമ്മ ക്രൂരമായി കൊല്ലപ്പെട്ടത്. ഒരു നാട് മുഴുവൻ ഞെട്ടലോടെ കേട്ട കൊലപാതകത്തിൽ ക്രൈംബ്രാഞ്ചിന് പ്രതിയെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ലോക്കൽ പോലീസ് ആദ്യം അന്വേഷിച്ചെങ്കിലും പുരോഗതിയുണ്ടായില്ല. തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ചിനും കേസിൽ ഇതുവരെ തുമ്പ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 1 വർഷം തികയാണ് ഞങ്ങളുടെ അമ്മച്ചിയുടെ സംഭവം നടന്നിട്ട്. പക്ഷേ ഇതുവരെയായിട്ടും ഇതിനൊരു അന്വേഷണത്തിന് ഒരു പുരോഗതിയായിട്ട് ഒന്നും പറയാനില്ല. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു, അത് കഴിഞ്ഞ് ക്രൈംബ്രാഞ്ച് വന്നു. അവരിപ്പോഴും അന്വേഷണത്തിലുണ്ട്. പക്ഷെ ഒന്നും പുരോഗതിയായിട്ടൊന്നും പറയുന്നില്ല. ഒരു തെളിവും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ അഭിപ്രായം പറയുന്നത്. കൊലയാളികളെ കണ്ടെത്തിയേ പറ്റൂ. ആരാണെന്ന് അറിയുക മാത്രമല്ല, അവർക്ക് തക്കതായ ശിക്ഷയും കിട്ടണം. ഞങ്ങളുടെ അമ്മച്ചീനെ ഇതുപോലെ അതിദാരുണമായിട്ട് കൊലപ്പെടുത്താൻ എന്താ സംഗതിയെന്നും ഞങ്ങൾക്ക് അറിയണം. അന്വേഷണം തുടരുന്നുണ്ടെങ്കിലും നീതി കിട്ടുമെന്ന കുടുംബത്തിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. കേസ് CBIക്ക് കൈമാറണമെന്ന സാറാമ്മയുടെ മകൻ എൽദോസ് പറഞ്ഞു. ഞങ്ങൾക്ക് പ്രതികളെ കണ്ടെത്തണം. പല രീതിയിലും പലരെയും സംശയിച്ചെങ്കിലും അതൊന്നും അല്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് പ്രതികളെ കണ്ടെത്തണം. പ്രതികളെ കണ്ടെത്താൻ ഞങ്ങൾ ഏതറ്റം വരെ ഞങ്ങൾ പോകും. കൃത്യം നടത്തിയവരിപ്പോൾ കൈയും വീശി റോഡിലൂടെ നടക്കുകയാണ്. ഇതാരാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയണം. ഇനി ഞങ്ങൾ അടുത്ത മാർഗത്തിലൂടെ നോക്കുകയാണ്. CBIയിലേക്ക് തന്നെയാണ് ഞങ്ങൾക്ക് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. 2024 മാർച്ച് 25-നായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. സാറാമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി സ്വർണ്ണാഭരണം കവർന്ന പ്രതി മൃതദേഹത്തിനു സമീപം മഞ്ഞൾപ്പൊടി വിതറി അതിസമർത്ഥമായി തെളിവുകൾ നശിപ്പിച്ചാണ് രക്ഷപ്പെട്ടത്. ന്യൂസ് മലയാളം, കൊച്ചി.